നമ്മുടെ SSC MTS അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ അപേക്ഷ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. അപേക്ഷിക്കുന്ന വീഡിയോ, നോട്ടിഫിക്കേഷൻ വീഡിയോ, അതിന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ചാനൽ, വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രീ സ്റ്റഡി പ്ലാൻ നമ്മൾ ശരിയാക്കാനായിട്ട് പോകുന്നുണ്ടെന്ന്. ഏകദേശം നിങ്ങൾക്ക് 70 ദിവസത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 70 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എക്സാമിൻ്റെ പാറ്റേൺ ഫോളോ ചെയ്യണമെന്നാണ് മനസ്സിലാക്കണം എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് ഒട്ടും ഒരു ഐഡിയ ഇല്ലാത്ത അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തവർക്ക് വേണ്ടി ശരിയാക്കിയതാണ്. അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു അക്കാഡമിയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഏകദേശം ഇതേ സിമിലർ രീതിയിലുള്ള ഇതിലായിരിക്കും, സ്റ്റഡി പ്ലാനിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ചെറിയൊരു രീതിയിൽ ഫോളോ ചെയ്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ കാര്യം തന്നെ, ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ സിലബസ് പാറ്റേൺ, എക്സാമിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നാണ്. സിലബസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഒരു വീക്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഏകദേശം 10 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ, 10 പറയുന്നത്, എന്തായാലും ഒരു 10 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം പറയാനുള്ളത്, ഇതിന് 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 നമുക്ക് എടുക്കാം. ഇതിൻ്റെ സിലബസ്, അതായത് പാറ്റേൺ, എക്സാം പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1 നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ റീസണിങ് ആണ്, മറ്റൊന്ന് മാത്സ് ആണ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇതല്ല നിങ്ങൾക്ക് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി. നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇത്ര മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ മതി. ക്വാളിഫൈയിങ് മാത്രമാണ്. അല്ലാതെ ഇത് നിങ്ങൾ മാത്സിലും റീസണിങ്ങും ഫുള്ള് വാങ്ങി എന്ന് പറഞ്ഞ് നിങ്ങൾ ലിസ്റ്റിൽ വരത്തില്ല. ലിസ്റ്റിൽ വരാൻ ഉപയോഗിക്കുന്നത് മാത്സ് റീസണിങ്ങും അല്ല, ആദ്യത്തെ സെക്ഷൻ അല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇതിന് മൈനസ് മാർക്കും ഇല്ല. സെക്ഷൻ 1 നിങ്ങൾക്ക് മൈനസ് മാർക്കും വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സെക്ഷൻ 1 നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്ഷൻ 1 എന്ന് കരുതി നിങ്ങൾ ശരിയാക്കാതെ ശ്രദ്ധിക്കാതെ പോകണമെന്നല്ല. സെക്ഷൻ 1 നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് നിങ്ങൾ ആദ്യത്തെ കടമ്പ പാസ്സായാൽ മാത്രമേ രണ്ടാമത്തെ കടമ്പ പാസ്സാകത്തുള്ളൂ. ആദ്യത്തെ കടമ്പ അധികം ആരും ഫെയിൽ ആവലില്ല. ഏകദേശം നമ്മൾ കറക്കി കുത്തിയാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ വിടേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. അപ്പോൾ എല്ലാം നമുക്ക് ആൻസർ ചെയ്യാം. അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും എല്ലാം ആൻസർ ചെയ്യാം. പക്ഷേ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? ശരിയാക്കാൻ തന്നെ ശ്രമിക്കണം. ശരിയാക്കാൻ തന്നെ ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട്. ഇത് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതല്ല, പക്ഷേ ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡിലേക്ക് കിടക്കാം. സെക്കൻഡ് പേപ്പർ നമുക്ക് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന പേപ്പറാണ്. അതായത് ഈ ഒരു സെക്കൻഡ് പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾ ലിസ്റ്റിൽ വരുമോ, ജോലി ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഇതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഒന്നെന്ന് പറയുന്നത് റീസണിങ് ആണ്. റീസണിങ് അല്ല, ഇതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് വരുന്നത് GK ആണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് 1 എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ആണ് വരുന്നത്. അപ്പോൾ മറ്റൊരു സിനാരിയം കൂടി പറയാം. ഇവിടെ ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഇംഗ്ലീഷിൽ ഒരു എക്സാമ്പിളാണ്, 10 കരുതുക. 10 ഏകദേശം 8 ക്വസ്റ്റ്യൻ ആണ് ശരിയാക്കിയിട്ടുള്ളത്. ഇപ്പം 2 ഉദ്യോഗാർത്ഥികളുടെ കേസ് എടുക്കാം. മറ്റൊരു ഉദ്യോഗാർത്ഥിയും 8 എണ്ണമാണ് ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ 10 മാർക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഉദ്യോഗാർത്ഥി ഇംഗ്ലീഷിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുള്ളത്. ഇപ്പുറം നേരെ മറിച്ച് ഈ ഒരു ഉദ്യോഗാർത്ഥി GK നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നോർമലി GK ആരാണോ കൂടുതൽ ശരിയാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് മുൻഗണന നൽകുന്നതായിരിക്കും. കാരണം GK ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സെക്ഷൻ 2 നെഗറ്റീവ് മാർക്കിങ്ങും കൂടി ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെക്ഷൻ 1 എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷേ സെക്ഷൻ 2 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇത് ചിലവർക്ക് അറിയാമായിരിക്കും, പക്ഷേ ഒട്ടും അറിയാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ കാര്യം നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2 നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെക്ഷൻ 1 റീസണിങ്ങും മാത്സും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വിൻഡോ എന്താവും, ഈ ഒരു സെക്ഷൻ 2 ഓപ്പൺ ആവുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും സമയം കഴിഞ്ഞാൽ. എന്നിട്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സെക്ഷൻ 1 നിങ്ങൾ അധികം സമയം കളയാൻ നിൽക്കരുത്. അറിയാത്ത ചോദ്യമാണെങ്കിൽ ഏതെങ്കിലും അങ്ങ് ആൻസർ ചെയ്യാം. ഒട്ടും അറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. മാക്സിമം നിങ്ങൾ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലിസ്റ്റിൽ വരണമെന്നുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. മിനിമം ഒരു ക്വാളിഫൈ മാർക്ക് വേണം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക.
പിന്നെ സെക്ഷൻ 2 ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. അവിടെ GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ഇതിൽ GK എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യത്തിന് നോക്കുകയാണെങ്കിൽ GKക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ്ലി ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാം കവർ ചെയ്യുന്ന ഒരു GKൻ്റെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% യൂസ് ആവാനായിട്ട് സാധ്യതയുള്ളൊരു PDF ആണ്. കാരണം എസ്പെഷ്യലി ഈ ഒരു നമ്മുടെ SSC പോലുള്ള പരീക്ഷകൾക്ക് അതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെയുള്ള സ്ക്രീൻഷോട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ മുമ്പ് ആർമീൻ്റെയൊക്കെ PDF ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് പരീക്ഷ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഒപ്പീനിയനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഈ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 70 ദിവസത്തിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് എക്സാമിന് ഏകദേശം ഇനി 60+ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം 2 മണിക്കൂർ വെച്ചിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം പഠിക്കുന്നവരുണ്ടാകാം, പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ഇനി നേരെ മറിച്ച് ഒരു ദിവസം 4 hours ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വീക്ക് ഒരുമിച്ച് കവർ ചെയ്യാനായിട്ട് ഒരു വീക്കിൽ തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 60 ഡേയ്സിൻ്റെ അണ്ടറിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിവിഷൻ വരെ ചെയ്യാൻ സാധിക്കുന്നത്. റിവിഷൻ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ week 1 എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു week 1 വരെ നിങ്ങൾക്ക് റീസണിംഗ് ആണ് മൺഡേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന കാര്യമാണ് പഠിക്കുന്നത്. പിന്നെ മാത്സിൽ നമുക്ക് കാണാൻ സാധിക്കും, മാത്സിൽ ഹോൾ നമ്പേഴ്സ് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിക്കും വൊക്കാബുലറി കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്നത് GK ആണ്. GKയിൽ ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഇന്ത്യ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും റീസണിങ്ങിലേക്ക് വരുന്നു. റീസണിങ് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, നല്ലൊരു അറിവുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് മാറ്റാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാനിവിടെ റീസണിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ഇട്ടിട്ടുള്ളത്. റീസണിങ് മാത്സ് ക്വാളിഫൈ ആണെങ്കിലും അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ല അറിവാണ് റീസണിംഗ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ GK ഇൻക്ലൂഡ് ചെയ്യുക. കാരണം GKയും മാത്സും GK ഇംഗ്ലീഷും ആണ് റാങ്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ദിവസം LCM അതുപോലെ തന്നെ HCF ആണ്, അതായത് നമുക്ക് സാറ്റർഡേ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്സിൽ അതിൽ നല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്, അതായത് ഇംഗ്ലീഷ് ആക്കാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മാജിക് നടക്കാനായിട്ട് പോകുന്നത്. സൺഡേ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഭൂരിഭാഗം ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് സൺഡേ ഫ്രീ ടൈം ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK, റീസണിങ്, മാത്സ്, അതായത് ഈ പഠിച്ച ഇതേ ഒരു ഇതില്ലേ, ഈ ഒരു പാറ്റേൺ ഇല്ലേ, ആ പാറ്റേൺ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യുക. പിന്നെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ 10th ലെവലിന് പഠിക്കുകയാണെങ്കിൽ ഒരു +2 ലെവലിലെങ്കിലുമുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. എങ്കിൽ ഈ 10th ലെവലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്താവും, എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി week 2 നമ്മൾ കിടക്കുകയാണ്. week 2 കിടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് നിൽക്കുകയാണെങ്കിൽ സാധിക്കും, മൺഡേ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ട്യൂസ്ഡേ ആകുന്ന സമയത്ത് നമുക്ക് GK മിഡീവൽ ഇന്ത്യയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏൻഷ്യൻ ഇന്ത്യ നമ്മൾ ഇവിടെ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഏൻഷ്യൻ ഇന്ത്യ നമുക്ക് ആ 2 മണിക്കൂറിനുള്ളിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏൻഷ്യൻ്റ് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഒരു സമയപ്രകാരത്തിൽ, അതായത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എളുപ്പമുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് GK ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ GK ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് അറിയെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒന്ന് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു പാറ്റേണിൽ ഇവിടെ നമ്മൾ ഹിസ്റ്ററി നോക്കുന്നു, അതുപോലെ തന്നെ റീസണിങ് നോക്കുന്നു, മാത്സ് നോക്കുന്നു, ഇംഗ്ലീഷ് നോക്കുന്നു. വീണ്ടും നമ്മൾ GKയിലേക്ക് എത്തിയിട്ടുണ്ട്. GK സാറ്റർഡേ GK ഫിസിക്കൽ ജോഗ്രഫി നോക്കുന്നു. എന്നിട്ട് ഞായറാഴ്ച നമ്മൾ ഈ 6 ടോപ്പിക്കും ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഈ ഒരു സെക്കൻഡ് വീക്കിലെ ഒന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്യുന്നു. പിന്നെ 3rd വീക്കിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും നമ്മൾ തുടങ്ങിയാണ്, റീസണിങ് തുടങ്ങുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് സിലബസിലുള്ള കാര്യങ്ങളാണ് കേട്ടോ, സിലബസിലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സൺഡേ എത്തുന്ന സമയത്ത് സാറ്റർഡേ മാത്സ് നോക്കുന്നു. സൺഡേ എത്തുമ്പോൾ എല്ലാം കൂടി റിവൈസ് ചെയ്യുന്നു. സൺഡേയിൽ നമ്മളെല്ലാം കൂടി റിവൈസ് ചെയ്ത് 6 ടോപ്പിക്കും തയ്യാറാക്കി വെക്കുന്നു. പിന്നെ 4ാമത്തെ വീക്കിലേക്ക് എത്തുമ്പോൾ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഞായറാഴ്ച നമ്മൾ വീണ്ടും അത് മുഴുവൻ മനസ്സിലാക്കിയെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 10 വീക്കിൽ ഈ കാര്യങ്ങൾ മൊത്തം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, സിലബസ് മൊത്തം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. പിന്നെ ഏകദേശം ലാസ്റ്റുള്ള ഒരു അരമാസം അല്ലെങ്കിൽ വീക്ക്, അതായത് മൺഡേ ടു ട്യൂസ്ഡേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നിക്ക് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ റീക്യാപ്പ് ഓഫ് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ 500 ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ GKൻ്റെ ചോദ്യം ഉടനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഏകദേശം 10 വീക്കിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സിലബസ് നമ്മുടെ SSC MTS അതുപോലെ ഹവിൽദാറിൻ്റെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാത്സിൽ LCM അതുപോലെ തന്നെ HCF മറ്റുള്ള ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഇപ്പം പഠിച്ച് നിന്നതേ ഉള്ളൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏൻഷ്യൻ ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഏൻഷ്യൻ ഇന്ത്യ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്കിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും അതുപോലെ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് പ്ലേലിസ്റ്റ് അടക്കം ഓരോരോ ചാനലിലും അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏൻഷ്യൻ ഇന്ത്യൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും നമുക്ക് എന്താണ് പ്ലേലിസ്റ്റ് തന്നെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു രീതിയിൽ നോക്കി പഠിക്കാവുന്നതാണ്. 2 മണിക്കൂർ ഒരു ദിവസം വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഒരു സിലബസ് മൊത്തം കവർ ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും എക്സാം ജയിക്കണം എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നമ്മൾ പഠിക്കുന്നതിൻ്റെ മെത്തേഡാണ്. നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്താണ് വരിക. ഈ ഒരു പാറ്റേൺ എല്ലാത്തിൻ്റെയും സിലബസ് മൊത്തം നമ്മൾ പഠിച്ചു. എന്നിട്ട് അതിൻ്റെ പാറ്റേൺ എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ കോഡിങ് ആൻഡ് ഡീകോഡിങ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും. പക്ഷെ അത് മറ്റൊരു പാറ്റേണിലാണ്, സെക്കൻഡ് പാറ്റേണിലാണ് അത് വരുന്നത്. മേ ബി അത് നിങ്ങൾ സെക്കൻഡ് പാറ്റേൺ പഠിച്ചിട്ടുണ്ടാകും, തേർഡ് പാറ്റേൺ വേണ്ടിയിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു പാറ്റേണിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ അത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങളിവിടെ ഈ 6ാമത്തെ ദിവസം അതിൻ്റെ ഒരു റിവിഷൻ നടത്തുന്ന സമയത്ത് അതൊന്ന് തിങ്ക് ചെയ്ത് വെക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. യൂസ്ഫുൾ ആകുകയാണെങ്കിലും കമൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ഇതുപോലുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് നിൽക്കുന്നതായിരിക്കും. കാരണം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മുമ്പോട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം 10 വീക്കിൻ്റെ ഏകദേശം 70 ദിവസത്തിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതിൻ്റെ PDF ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.